യാതൊരു പ്രകോപനം ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, മരണം വരെ മലങ്കരയുടെ അമൃത്ത് ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാനിവിടെ അറിയിക്കുകയാണ്. മറ്റൊരു തീരുമാനം മാധ്യമലോകത്തെ അറിയിക്കാനുള്ളത്, ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവ്യർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സേവിച്ചൻ വേദിയിലേക്ക് വരണം. സേവിച്ചൻ. എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായെന്ന് വരില്ല. ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ്. നസ്രയത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത്, നസ്രാണി. എനിക്ക് പറയാനുള്ളത് കൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയന പ്രഖ്യാപന നാടകം പൂർണ്ണമാണ്. എന്ത് അസംബന്ധമാണിത്? ഇയാൾ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? മിസ്റ്റർ, ഇത് പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനമാണ്. ഇറങ്ങി പോകണം നിങ്ങൾ. പാർട്ടിയുമായി ഇയാൾക്ക് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല തമ്പാരെ, നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ട് പോകുന്നവനാ ഞാൻ. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന നോൺസെൻസും അവരുടെ മുമ്പിൽ നടത്തുന്ന പൊറാട്ട നാടകവും കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇന്നിവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ സംപൂജ്യരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ മാധ്യമപ്രവർത്തകരോട് 2 വാക്ക് പറയാനാണ്. അതിനുള്ള അനുവാദം ഇവര് തന്നാ മതി. മിസ്റ്റർ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ, നിങ്ങൾ പറയണം, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതിനോട് ഒരുത്തന്റെ അനുവാദം ആവശ്യമില്ല. യു പ്രൊസീഡ് മിസ്റ്റർ ഡേവിഡ്. അയാൾ പറയട്ടെ, അയാൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അധികാരം തനിക്കും തന്റെ കാലശേഷം തന്റെ പുത്രപരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം. അതിനുവേണ്ടി തരാതരം കൂട്ടുചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ രാജഗോപാൽ, കൊണ്ടുപോവനെ അതൊന്നും എടുത്ത് മാറ്റോ. നടക്കണ ഇങ്ങോട്ട്. എന്താ ഇത്? മിണ്ടിപ്പോരുത്. ഇരിക്കണോ അവിടെ? നീക്കണം. MC പോളിന്റെ മൂത്ത സന്തതി സേവ്യർ പോൾ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്തപ്പടിയിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ സ്വന്തം അനുജൻ തടസ്സമാണെന്നറിയുന്നു. അനിയനെ വാടക ഗുണ്ടായി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. ബുദ്ധി സേവ്യർ പോളിന്റെ, ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ. എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി MC പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയല്ലാതെ. തമ്പാന് പാർട്ടി ചെയർമാൻഷിപ്പ്, അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കിവെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ MLA സ്ഥാനം ചേട്ടൻ സേവ്യർ പോൾ. കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയെങ്കിലും മാപ്പുസാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് SP രാജഗോപാലിനോട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ, സർക്കാരിനെ, അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു. എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീതിപീഠത്തിന് മുന്നിലേക്ക് ഞാൻ പോകും.
എന്നാ പിന്നെ ഇതുകൂടി മാധ്യമ പ്രവർത്തകർ കേൾക്കണം. സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നവനല്ല, ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ പട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല. രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല. ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ, ജനപ്രതിനിധികൾ, നിയമപാലകർ, മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, ഇവർ ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം. അതിന് വേണ്ടുന്ന തെളിവുകൾ, വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ആരുടെ മുന്നിലും ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ സന്നദ്ധനാണ്. മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവമാക്കിയ ഖദറുമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും. അവരോടൊപ്പം ഞാനും ഉണ്ടാകും.